സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. സനോജാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, പഠനം കഴിഞ്ഞ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. പഠിക്കുന്നുണ്ട്, ധാരാളം ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്, പല ഇൻ്റർവ്യൂകളും അറ്റൻഡും ചെയ്തു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുമോ എന്നാണ് സനോജ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രലഗ്നത്തിൻ്റെയും ജനിച്ച ലഗ്നത്തിൻ്റെയും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും രാശികളിൽ ശുഭഗ്രഹങ്ങൾ ഒന്നിക്കുകയോ ഒറ്റയായി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ അതിനെ അധിയോഗം എന്ന് ചൊല്ലാം, എന്ന് പറയാം. എന്താണ് അധിയോഗം? കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വിശിഷ്ട ജോലിയോ ലഭിക്കാനുള്ള അല്ലെങ്കിൽ തത്തുല്യമായ ഗവൺമെൻറ് സംബന്ധമായ ഉദ്യോഗം ഭരിക്കുവാനും ഗവൺമെൻറ് ധനം അനുഭവിക്കാനും ജോലി കഴിഞ്ഞ് പെൻഷൻ പറ്റിക്കഴിഞ്ഞാലും കാലം കഴിയുന്നിടം വരെ അതിൻ്റെ പെൻഷൻ പോലെയുള്ളത് കൊണ്ട് ജീവിച്ചു പോകുവാനും സാധാരണ നിലയിൽ ഈ വക യോഗമാണ് അധിയോഗത്തിൻ്റെ ഒരു ഫലം. കൂടാതെ ബിസിനസ് രംഗത്തേക്ക് കടക്കുന്നവർക്ക് ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയ ബിസിനസ് ചെയ്യാനുള്ള ഭാഗ്യങ്ങളും, അല്ലെങ്കിൽ ഈ അധിയോഗമുള്ളവർക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് സർക്കാർ ധനം കിട്ടാനോ ഭാഗ്യക്കുറി പോലെ നിധി പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനോ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സെക്കൻഡ് നേരം കൊണ്ടായിരിക്കും അധിയോഗം കൊണ്ടുള്ള ഫലം ലഭിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ഒരു കഠിനാധ്വാനങ്ങളൊന്നുമില്ലാതെയും പ്രത്യേകിച്ച് വലിയ ദാരിദ്ര്യങ്ങളൊന്നുമില്ലാതെയും പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും അലട്ടാതെയും വലിയ വലിയ ശത്രുക്കളോ തടസ്സങ്ങളോ ഇല്ലാതെയും വലിയ വലിയ അപമാനമോ അല്ലെ പേരുദോഷങ്ങളോ ഒന്നുമില്ലാതെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു യോഗവും കൂടിയാണ്. ഇനി ഗവൺമെൻറ് ജോലി തന്നെ കിട്ടിയില്ലെങ്കിലും കിട്ടും എന്ന് ഡെഫിനറ്റാണ്. ആ കിട്ടുന്ന ജോലി ഡെവലപ്പാകുകയും അപ്രതീക്ഷിതമായ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ധനം, ഐശ്വര്യം, ആയുരാരോഗ്യവത്തം ഐശ്വര്യം ലഭിച്ചുകിടും അറിഞ്ഞുകൊള്ളുക നിശ്ചയം. ദീർഘായുസ്സും ആരോഗ്യവും സൗന്ദര്യവും ധനവും ഒന്നിച്ചനുഭവിക്കാനുള്ള ഒരു യോഗമാണ് അധിയോഗം. ഈ യോഗം ജനിച്ച ലഗ്നത്തിൻ്റെ 6, 7, 8 എന്നീ രാശികളിലോ ജനിച്ച ചന്ദ്രലഗ്നത്തിൻ്റെ 6, 7, 8 എന്നീ രാശികളിലോ പൂർണ്ണരശ്മിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഈ യോഗം പൂർണ്ണമായ ഫലം അനുഭവിച്ചിരിക്കും. അതിനുള്ള സമയം ആയി. കണിശമായിട്ടും അധിയോഗമുണ്ട്. നല്ല നിലയിൽ ഉള്ള ഉദ്യോഗം കിട്ടും. നല്ല വീട്, വസ്തു, വാഹനം, സമ്പാദ്യാദികൾ, കനകവേഷഭൂഷണാദികൾ എന്നിവയെല്ലാം ഉണ്ടാവും. 6ാമത്തെ 7ാമത്തെ 8ാമത്തെയും ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ഐശ്വര്യത്തിന് ഗണപതി ഹോമം ചെയ്യുന്നത് നന്നായിരിക്കും. ഗണപതി ഹോമത്തിങ്കൽ നെല്ലും അരിയും ചേർത്ത് ഹരിപിങ്കള ലോഹിതാക്ഷ ധനധാന്യരത്ന സമൃദ്ധി മേ ദേഹി ദദാപയസ്വഹ ഇത്യാദി മന്ത്രങ്ങൾ കൊണ്ട് ഒരു 10ഉം 1008 ഉരുവൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ 1008 ഉരുവൊക്കെ തീരുവുള്ളൂ. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത് എരിഞ്ഞിറങ്ങണം. നെല്ലും അരിയും അക്ഷതം എന്നാണ്. ഹ്രീം ഉത്തിഷ്ടപുരുഷ ജീവിതം ഉയർത്തിക്കൊണ്ടിരണമേ ഹരി പിങ്കളലോഹിതാക്ഷ ധന ധാന്യ രത്ന സമൃദ്ധിമേ. അതിനകത്ത് ഉദ്യോഗം കൂടെയൊക്കെ സങ്കല്പിച്ച് ചെയ്യുകയാണ് ഒന്നുകൂടെയൊക്കെ നല്ലതാണ്. അതിൻ്റെ മീനിങ്ങൊക്കെ മനസ്സിലാക്കി വിധിപ്രകാരം ചെയ്തെങ്കിലേ ആ ഗണപതി ഹോമത്തിനൊക്കെ ഉള്ള ശക്തി ഉണ്ടാവത്തുള്ളൂ. ഏതായാലും അധിയോഗം ഉള്ളതുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കും. ഗവൺമെൻറ് ഉദ്യോഗവും കിട്ടും. നന്ദി, നമസ്കാരം.